വെനസ്ഡേ മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ. മഴ പേടിയുള്ളവരാണോ നിങ്ങൾ? എനിക്ക് മഴയുടെ ഭംഗി കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. മഴത്തുള്ളികൾ വീഴുന്നതും മണ്ണിൻ്റെ മണവും ഒക്കെ ഇന്നും എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. മഴയിൽ പേപ്പർ ബോട്ടുകൾ ഉണ്ടാക്കി ഓടിച്ച് കളിച്ച ഒരു മനോഹരമായ കുട്ടിക്കാലം എനിക്കുമുണ്ട്. പക്ഷേ ആ ഓർമ്മകൾക്കപ്പുറം മഴയെ ഭയന്നിരുന്ന ഒരു കുട്ടിക്കാലവും എൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പണത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ടോ? ഉണ്ട് എന്നാണ് ഞാൻ പറയുള്ളൂ. പേളിമാണി പണത്തിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ ഇതിനകത്ത് കൊടുക്കാം. നമ്മൾ പറയും പൈസ പൈസ അല്ല, പൈസ ആവശ്യമാണ്, എനിക്ക് പൈസയുടെ ആവശ്യമില്ല എന്നുള്ളൊരു സാധനം മൈൻഡ് സെറ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പൈസ നമ്മുടെ അടുത്ത് വരില്ല. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് പണം കൂടിയേ തീരും. അയ്യോ, നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയെന്നൊരു സംശയം. എൻ്റെ കുട്ടിക്കാലത്തെ മഴയുടെ പേടിയെക്കുറിച്ചല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് കുട്ടിക്കാലത്ത് എൻ്റെ വാപ്പിച്ചിക്ക് റബ്ബർ ടാപ്പിംഗ് ആയിരുന്നു ജോലി. റബ്ബർ വെട്ടി പാലെടുത്ത് അത് ഷീറ്റാക്കി വിറ്റാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞിരുന്നത്. മഴ പെയ്താൽ റബ്ബർ വെട്ടാൻ പറ്റില്ല. റബ്ബർ പാലിൽ വെള്ളം കയറിയാൽ അത് ഉപയോഗശൂന്യമാകും. പിന്നെ അത് ഷീറ്റാക്കാൻ പറ്റില്ല. അതുകൊണ്ട് മഴ എന്നത് ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു മനോഹരമായ കാഴ്ച മാത്രമായിരുന്നില്ല, വരുമാനം നഷ്ടപ്പെടുന്ന ദിവസങ്ങളുമായിരുന്നു. മഴ പെയ്യുമ്പോൾ ജോലിക്ക് പോകാൻ കഴിയാതെ വിഷമിച്ചിരുന്ന എൻ്റെ മാതാപിതാക്കളുടെ മുഖം ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇന്നും മഴ ശക്തമായി പെയ്യുമ്പോൾ എവിടെയോ ഉള്ളിലൊരു വിങ്ങൽ അനുഭവപ്പെടുന്നത്. കഥ പറഞ്ഞു നിന്നതിൻ്റെ ഇടയിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായേ. കപ്പ ഒലത്തിയ പാത്രത്തിലേക്ക് തന്നെ ഞാൻ കറിയൂട്ട് കപ്പ കഴിക്കുകയാണ്. എനിക്കങ്ങനെ കഴിക്കാനാണ് കൂടുതലിഷ്ടം. പിന്നെ കൈയോടെ തന്നെ കിച്ചൺ അങ്ങ് ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകി വെച്ചു. ലഞ്ചിന് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതി. നമുക്ക് ടൈമില്ലാത്ത സമയത്ത്, അതായത് ധൃതി പിടിച്ച് എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി. അത് ടേസ്റ്റിയുമാണ്, എന്നാൽ എളുപ്പമാണ്. ചോറിനാൻ ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചോറിനാം. തക്കാളി ചമ്മന്തി നല്ല റെഡ് കളറിലിരിക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ നിങ്ങളിൽ പലരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചണും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ചെയ്തിട്ട് അപ്പം തന്നെ നമ്മളത് ക്ലീൻ ചെയ്ത് കഴിയുകയാണെങ്കിൽ അത് ക്ലീനായിട്ട് തന്നെ കിടന്നോളും. അല്ലെങ്കിൽ പിന്നെ മുഷിഞ്ഞിരുന്ന ഒരു വൃത്തി ഉണ്ടാവില്ല. ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ എടുത്തു വെച്ച്. ലഞ്ചിന് തക്കാളി ചമ്മന്തിയും ലിവർ റോസ്റ്റും പിന്നെ അച്ചാറും ഞാൻ എടുത്ത. അത് കഴിഞ്ഞ് കുളിച്ച് റെഡിയായി ഓഫീസിൽ പോയി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ കാണാം.